السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹനദികളായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സാദാത്യങ്ങളെ, SKSFൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, നേതാക്കളെ, വളരെ പ്രൗഢഗംഭീരമായ ഒരു പ്രസംഗം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആമുഖങ്ങളില്ലാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മുസ്ലിം സമുദായത്തിൽ എന്തു പ്രശ്നങ്ങൾ നടന്നാലും അതിൻ്റെയൊക്കെ പിന്നിൽ പലപ്പോഴും ചില ദുശക്തികളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ ക്ലോസറ്റിലെ വെള്ളം പോലെ അത് ഉയരുകയില്ല, താഴുകയില്ല, ഒരേ നിലനിൽപ്പിൽ അങ്ങനെ നിൽക്കും. പക്ഷെ അതുകൊണ്ടുള്ള ഷർറ്, അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ ഒരുപാട് കാലമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സമീപ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ലോക മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രതിസന്ധികളെയും നമ്മൾ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ, ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ, അതിൻ്റെയൊക്കെ പിന്നിൽ ഇസ്ലാമിനെതിരെ വ്യാപകമായി വരുന്ന തീവ്രവാദ ആരോപണം, ഇസ്ലാമിനെതിരെ വ്യാപകമായി വരുന്ന ഭീകരവാദ ആരോപണം, മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരമായി മറ്റുള്ളവർ, പൊതുസമൂഹം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തത്തക്ക വിധത്തിലുള്ള ഓരോ ഇടപെടലുകൾ ജമാഅത്തെ ഇസ്ലാമി അവർ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം ബ്രദർഹുഡ് ഉൾപ്പെടെയുള്ള സംഘടനകളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. പൊതുസമൂഹത്തിനിടയിൽ വ്യാപകമായ തെറ്റിദ്ധാരണ ഇസ്ലാമിനെ കുറിച്ച് ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒക്ടോബർ 26 തീയതി 2024 ഒക്ടോബർ 26 കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. നമ്മുടെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രസ്താവന. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇസ്ലാം മത രാഷ്ട്ര സംസ്ഥാപനം. ഇസ്ലാം രാഷ്ട്ര സംസ്ഥാപനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ്. നമ്മൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട തസ്തികയിലിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് നമുക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാമിന്റെ രാഷ്ട്ര സംസ്ഥാപനമാണ് എന്നുള്ള അങ്ങയുടെ പ്രസ്താവന തികച്ചും അജ്ഞതയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും ഇസ്ലാമിന്റെ രാഷ്ട്ര സംസ്ഥാപനം ലക്ഷ്യം വെക്കുന്ന ഒരു വിഭാഗം അല്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്ര സങ്കല്പം അവർക്കുണ്ട്. അത് അവർ മൗദൂദി, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുല്ലാല മൗദൂദി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ഉട്ടോപ്യൻ രാജ്യമാണ്. ആ ഉട്ടോപ്യൻ രാജ്യത്തിന് ഇസ്ലാമുമായോ മുസ്ലിങ്ങളുമായോ യാതൊരു ബന്ധവും ഇല്ല. അതിന് വല്ല ബന്ധവും ഉണ്ടെങ്കിൽ അത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസത്തിന്റെ സൈദ്ധാന്തികനായിട്ടുള്ള ജനാബ് കാറൽ മാർക്സുമായി മാത്രം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാറൽ മാർക്സിന്റെ ജീവിതവും മൗലാന മൗദൂദിയുടെ ജീവിതവും കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പഠിച്ചും വായിച്ചും കഷ്ടപ്പെട്ടിട്ടും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാറൽ മാർക്സ് അവസാനം കുടുംബം പോറ്റാൻ കഴിയാതെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തിയ അവസാനത്തെ വഴിയായിരുന്നു ഡാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകം രചിക്കുക എന്നത്. ഡാസ് ക്യാപിറ്റൽ രചിച്ചുകൊണ്ടാണ് തന്റെ കുടുംബത്തിന്റെ പട്ടിണി കാറൽ മാർക്സ് മാറ്റുന്നത്. എന്നതുപോലെ മൗലാന മൗദൂദിയുടെ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. പ്രയാസം കൊണ്ട്, സാമ്പത്തികമായ പരാധീനത കൊണ്ട് പ്രയാസപ്പെടുന്ന
അബുല്ലാല മൗദൂദി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഭൗതിക ചിന്താഗതിയിൽ ആകൃഷ്ടനായിട്ടുള്ള നിയാസ് ഫത്ഹുപൂരി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ സാന്നിധ്യത്തിൽ അയാളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് എഴുത്ത് രംഗത്തേക്ക്, പത്രാധിപ രംഗത്തേക്ക്, അതുപോലെ ഇസ്ലാമിന്റെ പേരിലുള്ള ഒരു പുതിയ രാഷ്ട്രസങ്കല്പത്തിലേക്ക്, ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്ന ഒരു ആശയ സംവിധാനത്തിലേക്ക് മൗലാന മൗദൂദി കടന്നു വരുന്നത്. നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത് ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്യുന്ന ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഹുക്കൂമത്തെ ഇലാഹി, ഈ പറയുന്ന സംവിധാനത്തിന് ഇസ്ലാമുമായും മുസ്ലിങ്ങളുമായും യാതൊരു ബന്ധവുമില്ല. ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്ന അന്ന് അയാൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനം, പ്രബോധനം ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തതാണ്. എനിക്ക് പാരമ്പര്യമായി ലഭിച്ച ഇസ്ലാമാകുന്ന മാലയെ ഞാനിതാ എന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിയുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപീകരണം നൽകിയ വ്യക്തിയാണ് അബുല്ലാല മൗദൂദി. അതുകൊണ്ട് തന്നെ ഈ അബുല്ലാല മൗദൂദിയുടെ ആശയങ്ങൾ അത് ഇസ്ലാമിന്റെ ആശയങ്ങളാണെന്ന് കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുഖ്യമന്ത്രി പറയുക എന്നത് തീർത്തും മുസ്ലിങ്ങളെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പൊതുസമൂഹത്തിൽ ഇസ്ലാമിനെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാൻ അത് നിമിത്തമാകും എന്ന് നമ്മൾ സൂചിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഏത് ഹുക്കൂമത്തെ, ഏത് ദൈവിക ഭരണത്തെയാണ് പ്രതിനിധാനം ചെയ്യാൻ കഴിയുക? അബുല്ലാല മൗദൂദിയുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1400 വർഷം പഴക്കമുള്ള ഇസ്ലാമിൽ മാതൃകയാക്കാൻ പറ്റിയ കാലം എന്ന് പറയുന്നത് വെറും 10-12 വർഷം മാത്രമാണ്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തോടുകൂടി ഇസ്ലാം ഇല്ലാതെയായി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജാഹിലിയ്യത്തിനെ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയ ആളാണ് എന്ന് പച്ചക്കെഴുതി വെച്ച മനുഷ്യന്റെ പേരാണ് അബുല്ലാല മൗദൂദി. അപ്പോ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് വെറും 10-12 വർഷം മാത്രമാണ് യഥാർത്ഥ ഇസ്ലാം ഈ ഭൂമിയിൽ നിലനിന്നിട്ടുള്ളൂ. അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടെങ്കിൽ ഇതാണ് ഇവരുടെ കാഴ്ചപ്പാട്. അങ്ങനെ ഒരു ദൈവിക രാഷ്ട്രം അയാൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഉട്ടോപ്യം രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 1941 ഓഗസ്റ്റ് 26-ാം തീയതി ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചിട്ട് ഈ സമൂഹത്തോട് പറഞ്ഞത്, അബുല്ലാല മൗദൂദിയുടെ വിഖ്യാതമായ ഒരു പ്രസ്താവനയുണ്ട്. ഇന്നും IPH വ്യാപകമായി പ്രസിദ്ധീകരിച്ച് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം, അബുല്ലാല മൗദൂദിയുടെ പുസ്തകം. ഈ പുസ്തകത്തിൽ ഇയാൾ പറയുന്നത്, മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ തുറന്നു പ്രഖ്യാപിക്കുന്നു, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും കടകവിരുദ്ധമാണ്. ദേശീയത, ജനാധിപത്യം, മതേതരത്വം ഇത് ഇസ്ലാമിനും ഈമാനിനും കടകവിരുദ്ധമാണെന്ന് അബുല്ലാല മൗദൂദി പ്രസ്താവിക്കുന്നത് ജമാഅത്ത് സാഹിത്യങ്ങളിൽ കാണാം. അത് ഏതോ കാലത്തുള്ളതല്ല. ഇന്നും യൂട്യൂബിൽ ജമാഅത്തിന്റെ അസിസ്റ്റന്റ് അമീറായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസംഗം അടിച്ചു നോക്കിക്കഴിഞ്ഞാല് താടി നരച്ച ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പ്രസംഗിക്കുന്നത് കാണാം. നിങ്ങൾ ഈ പറയുന്ന ജനാധിപത്യം ഇന്നലെയും ശിർക്കാണ്, ഇന്നും ശിർക്കാണ്, നാളെയും ശിർക്കാണ്, ഇലാ യൗമിൽ ഖിയാമ ശിർക്കാണ്. താടി നരച്ച ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഞാൻ പറയാൻ കാരണം ആ വീഡിയോക്ക് അത്ര വലിയ പഴക്കം ഇല്ല എന്ന അർത്ഥത്തിൽ മാത്രമാണ്, അദ്ദേഹത്തെ വ്യക്തിപരമായി വിമർശിക്കാൻ വേണ്ടിയല്ല. ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്നലെയും ശിർക്കാണ്, ഇന്നും ശിർക്കാണ്, നാളെയും ശിർക്കാണ്, ഇലാ യൗമിൽ ഖിയാമ ശിർക്കാണ് എന്ന് പ്രസംഗിച്ച് നടന്നിരുന്ന ഒരു ജനവിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പുരോഗതിയെ പിന്നാക്കം കൊണ്ടുപോകുന്നതിന് അവരെ കൊണ്ട് കഴിയുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തിയിട്ടുണ്ട്. വിശുദ്ധ ദീനിനെ ഈ വിധം പച്ചയായി വ്യഭിചരിക്കുകയും പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്ത ഒരു വിഭാഗത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇസ്ലാമിന്റെ ഓരോ വാക്കുകളെയും അവർ ദുർവ്യാഖ്യാനം ചെയ്തു. ഇലാഹ്,
റബ്ബ്, ശരീഅത്ത്, ഇബാദത്ത് എല്ലാ വാക്കുകൾക്കും മൗദൂദി അയാളുടേതായ അർത്ഥം കൊടുത്തു. ജമാഅത്തുകാർ അവരുടേതായ അർത്ഥം കൊടുത്തു. ദീൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എന്ന് അർത്ഥം കൊടുത്തു. ഇബാദത്ത് എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റിന്റെ നിയമം എന്നർത്ഥം കൊടുത്തു. എന്നിട്ടോ ആ ഇബാദത്ത്, ദീൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്നർത്ഥം കൊടുത്തു. ശരിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിന്റെ നിയമം എന്നർത്ഥം കൊടുത്തു. ഇബാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിന്റെ നിയമങ്ങൾ അംഗീകരിക്കുക എന്നർത്ഥം കൊടുത്തു. അതിനകത്ത് നിസ്കരിക്കുന്നത്, നോമ്പ് നോക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത് ഇതൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള വെറും ഒരു ട്രെയിനിങ് മാത്രമാണ് എന്ന് ഖുതുബാത്തിൽ എഴുതി വെച്ച മനുഷ്യന്റെ പേരാണ് അബുൽ അല മൗദൂദി. ഇത് ഇന്നും നമ്മൾ ഇത് പറയുമ്പോൾ പറയും അത് ഏതോ കാലത്തെ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന്. അല്ല, 2023 വരെ ജമാഅത്തെ ഇസ്ലാമിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. ഇന്നലെ വരെ അവർ അച്ചടിച്ച് വിതരണം ചെയ്തിരുന്ന ഭരണഘടനയുടെ കോപ്പി ഇന്നലെ വരെ കഴിഞ്ഞ 2023 വരെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. അതിലുണ്ടായിരുന്നത് എന്താ പറയും? ദൈവീകമല്ലാത്ത ഒരാൾ ജമാഅത്തുകാരനാകാനുള്ള നിയമം, ദൈവീകമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥിതിയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നുവോ, അതിന്റെ നിർമ്മാണ സഭയിലോ അംഗത്വമെടുക്കുകയോ, അതിന്റെ കോടതി വ്യവസ്ഥിതിയുടെ കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെടുകയോ ആണെങ്കിൽ ആ സ്ഥാനം ഒഴിയുക. ജമാഅത്തിന്റെ ഭരണഘടനയാണ്. നിങ്ങൾ ഭൗതികമായ ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ മത്സരിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾ നിൽക്കാൻ പാടില്ല. നിങ്ങൾ കോടതിയിൽ ജഡ്ജിയാകാൻ പാടില്ല. സർക്കാർ ഉദ്യോഗം വരിക്കാൻ പാടില്ല. ഭരണഘടനയിൽ പറഞ്ഞു എന്ന് മാത്രമല്ല, ജമാഅത്തിന്റെ ഏറ്റവും വലിയ സ്ഥാപനമാണ് ശാന്തപുരം കോളേജ്. ഒ അബ്ദുള്ളയുടെ ശത്രുക്കളല്ല സ്നേഹിതന്മാർ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അയാൾ പറയുന്നുണ്ട്, ജമാഅത്തിന്റെ അമീർ KC അബ്ദുള്ള മൗലവി സ്ഥാപനത്തിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരും. വന്നിട്ട് ജമാഅത്തിന്റെ നിയമം അംഗീകരിക്കാതെ ചുളിവിൽ PSC എഴുതുന്ന കുറെ മനുഷ്യന്മാരുണ്ടായിരുന്നു അവിടെ. അവരുടെ അഭിസംബോധനം ചെയ്തുകൊണ്ടിട്ട് KC അബ്ദുള്ള മൗലവി ജമാഅത്തിന്റെ അമീർ പ്രസംഗിക്കും, ശാന്തപുരത്ത് നിന്ന് ഊണ് കഴിച്ച് സർക്കാർ പരീക്ഷ എഴുതുന്നവർ അമേദ്യമാണ് ഭുജിക്കുന്നത്. ജമാഅത്തിന്റെ നല്ല മലയാളം. ഇവിടുന്ന് ചോറ് കഴിച്ചിട്ട് PSC പരീക്ഷ എഴുതുന്നവർ അമേദ്യമാണ് ഭുജിക്കുന്നത്. അതിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന വേറൊരു ശൈലി. ഇങ്ങനെ ഈ സമുദായത്തിൽ ഗവൺമെന്റ് സംവിധാനത്തിൽ ആളുകൾ പരീക്ഷ എഴുതുന്നതിന്, ആളുകൾ ഇടപെടുന്നതിന്, ഇതിനെയൊക്കെ എതിർത്ത ഒരു സംവിധാനമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. പെട്ടെന്ന് യൂട്ടേൺ അടിച്ചിട്ട് പിന്നെ കാണുന്നു ഇലക്ഷനിൽ വന്ന് സ്ഥാനാർത്ഥിയുടെ മൂല്യം നോക്കി വോട്ട് ചെയ്യുന്നൊരു കാലം വരുന്നു. പിന്നീട് ഓരോ മുന്നണികൾക്ക് വോട്ട് പതിച്ചു കൊടുക്കുന്ന സംവിധാനം വന്നു. പിന്നീട് 2011 സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കി, വെൽഫെയർ പാർട്ടി. അങ്ങനെ പാർട്ടി ഉണ്ടാക്കി അതുമായിട്ട് മുന്നോട്ട് പോകുക. ഇപ്പൊ നിലവിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുന്നണിയിൽ കയറി പറ്റുക എന്നതാണ് ജമാഅത്തിന്റെ മുന്നിലുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സമുദായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലെല്ലാം ജമാഅത്തെ ഇസ്ലാമി അവരുടേതായ ഒരു ഇടം, അവരുടേതായ ഒരു ഇടപെടൽ നടത്തിയതായി നമുക്ക് കണ്ടെത്താൻ കഴിയും. സമുദായത്തിനകത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ, തീവ്രവാദ ചിന്തകൾ, മതങ്ങൾ തമ്മിൽ ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹം ജീവിക്കുന്ന ഒരു നാട് എന്ന നിലക്ക് സ്വാഭാവികമായും ഭൂരിപക്ഷ ജനവിഭാഗങ്ങളുമായിട്ട് മുസ്ലിങ്ങൾ നടത്തിയിട്ടുള്ള സൗഹൃദങ്ങൾ അല്ലെങ്കിൽ വിട്ടുവീഴ്ചകളെ അതിക്രൂരമായ രീതിയിൽ പരിഹസിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇവിടെ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടപ്പോ മതവിശ്വാസികളായ ആളുകള്, ബഹുഭൂരിപക്ഷം വരുന്ന മതത്തിന്റെ ആളുകള് ഇവിടെ ക്ഷേത്ര ആചാര സംരക്ഷണത്തിന്റെ ജാഥ നടത്തി. ആ ജാഥ നടത്തിയപ്പോ സ്വാഭാവികമായും മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായ ആളുകള് ഏതോ ഒരു പ്രദേശത്ത് നാരങ്ങാവെള്ളം വിതരണം ചെയ്തു. പിന്നെ മുസ്ലിം സാമുദായിക സംവിധാനത്തെ വിമർശിക്കുന്ന ഇടത്തൊക്കെ ജമാഅത്തുകാരന്റെ പരിഹാസം എന്ന് പറഞ്ഞാല് നിങ്ങൾ നാരങ്ങാവെള്ളം വിതരണം ചെയ്ത് നടന്നോളിയും കൂട്ടരെയെന്ന്. ജമാഅത്തെ ഇസ്ലാമി ഈ സമൂഹത്തിൽ ഭൂരിപക്ഷ സമൂഹത്തെ വളരെ സംശയിക്കുന്ന വിധത്തിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുപോയി.
പറച്ചിൽ കേട്ടാ വിചാരിക്കും ജമാഅത്തെ ഇസ്ലാമി ഇവരോടൊന്നും ഒരു ബന്ധമില്ല എന്നുള്ള. 2023 ജനുവരി 1-ാം തീയതി ഡൽഹിയിൽ തലയിൽ മുണ്ടിട്ടിട്ട് RSSന്റെ ആസ്ഥാനത്ത് പോയി ചർച്ച നടത്തിയ ഇന്ത്യയിലെ ഒരു ജനവിഭാഗമാണ്, ഒരു സംഘടനയുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. ഇവിടെ വലിയ RSS വിരുദ്ധത, ഇവിടെ വലിയ ഹിന്ദുത്വ വിരുദ്ധത. എന്നിട്ടോ ആരും കാണാതെ തലയിൽ മുണ്ടിട്ട് RSSന്റെ ആസ്ഥാനത്ത് പോയി നമ്മൾ ഇരുകൂട്ടരും തമ്മിൽ പരസ്പരം സഹകരിച്ച് പോകാമെന്ന് ചർച്ച നടത്തിയ സംഘടനയുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ടോ ആ വാർത്ത മൂടിവെച്ചു, ആരും അറിയാതിരിക്കാൻ ശ്രമിച്ചു. അവസാനം വിവാദമായപ്പോ ചർച്ച നടത്തി 12 ദിവസം കഴിഞ്ഞ് ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയം പുറത്തു കൊണ്ടുവന്നപ്പോ മാധ്യമത്തിൽ 12 ദിവസം കഴിഞ്ഞിട്ട് ജനുവരി 26-ാം തീയതി വാർത്ത വന്നു, ചർച്ച നടന്നു. ചെറിയൊരു വാർത്ത. പ്രബോധനത്തില് അവിടുന്ന് കുറെ ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി 10-ന് ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്നും അങ്ങനെയായിരുന്നു. RSSുമായിട്ട് ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെ ഇതാ RSSുമായി അടുത്തുകൂടാ, അവർ ബഹിഷ്കരിക്കപ്പെടേണ്ടവരാണ്. അവരുടെ മുസ്ലിം ലീഗിന്റെ പാണക്കാട് ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വലതുപക്ഷത്തെ ഒരു പ്രഭാഷകനെ കൊണ്ടുവന്നതിന്റെ പേരിൽ വിമർശിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാര്. ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ജാഥ നടത്തിയപ്പോ ആരോ എവിടെയോ നാരങ്ങാ വെള്ളം കൊടുത്തതിന് ഒരു സമുദായ പാർട്ടിയെ അല്ലെങ്കിൽ ഒരു സാമുദായിക സംവിധാനത്തെ നാരങ്ങാ വെള്ളക്കാരെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നിരന്തരം ട്രോളിക്കൊണ്ടിരിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമി 2023 ഡൽഹിയിലെ RSSകാരന്റെ ആസ്ഥാനത്ത് പോയി ചർച്ച നടത്തി. ഇതൊരിക്കലും മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. 77 അടിയന്തരാവസ്ഥ നടന്നപ്പോ RSS നേതാക്കളും ജമാഅത്ത് നേതാക്കളും ഒരേ ജയിലിൽ ഒന്നിച്ച് സഹവാസത്തോടു കൂടി കഴിഞ്ഞു. അതിന്റെ ഭാഗമായി RSS ജമാഅത്ത് ചർച്ച 78 ജനുവരി 14 ഇറങ്ങിയ പ്രബോധനത്തിന്റെ തലക്കെട്ട് തന്നെ RSS ജമാഅത്ത് ചർച്ച. അതില് RSSും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ അന്ന് എഗ്രിമെന്റിൽ എഴുതി ഒപ്പിട്ട കാര്യങ്ങൾ പ്രബോധനത്തില് 1 by 1 ആയി 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, RSSൽ മുസ്ലിങ്ങളെ ചേർക്കുക. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി RSSുമായിട്ട് ഉണ്ടാക്കിയ എഗ്രിമെന്റിലെ ഒരു എഗ്രിമെന്റ് RSSൽ മുസ്ലിങ്ങളെ ചേർക്കുക. 2, ജനസേവന രംഗത്ത് RSSും ജമാഅത്തും സംയുക്ത സംരംഭം സംഘടിപ്പിക്കുക. 3, RSSന് മുസ്ലിങ്ങളുടെ ഇടയിലും ജമാഅത്തിന് ഹിന്ദുക്കളുടെ ഇടയിലും സൽപ്പേരുണ്ടാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുക. RSSന് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ദുഷ്പേരുണ്ട്, അത് നീക്കാൻ ജമാഅത്ത് പണിയെടുക്കുക. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഹിന്ദുക്കൾക്കിടയിൽ ഒരു ചീത്തപ്പേരുണ്ട്, അത് മാറ്റാൻ RSSും പണിയെടുക്കുക. ഇത് 978 മുതൽ ജമാഅത്തെ ഇസ്ലാമിയും RSSും പരസ്പരം ബായി എന്ന നിലക്ക് പ്രവർത്തിച്ചു പോയ ഒരു പാരമ്പര്യം ഇതിന്റെ ബാക്ക് സീറ്റുകളിലൂടെ അല്ലെങ്കിൽ ഇതിന്റെ പിന്നണി രംഗത്ത് നടന്നതായി നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതൊക്കെ പുറത്തു വന്നപ്പോ പിന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് വിവാദമായി, 2023 പ്രശ്നമായി. ദേശീയ മാധ്യമങ്ങൾ ഇത് എടുത്തു പിടിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ മാത്രമല്ല RSS ആയിട്ട് ചർച്ചയ്ക്ക് പോയിട്ടുള്ളത്, മറ്റേ സംഘടന ഇന്നാലിന സംഘടനയും പോയിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിലെ ഇന്നാലിന സംഘടനയും പോയിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ ചില കുട്ടികൾ കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല ഓനും ഉണ്ടായിരുന്നു കക്കാന് എന്ന് പറയുന്ന ഇതേ ശൈലിയാണ് അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം കേരളത്തിൽ പത്രസമ്മേളനം നടത്തിയിട്ട് വിശദീകരിച്ചത്. ഇത് ഈ സമുദായത്തിന്റെ ഓരോ പ്രശ്നങ്ങളിലും ഇവരിടപെട്ടതിന്റെ ഓരോ രീതികൾ ഇങ്ങനെയായിരുന്നു. പ്രത്യക്ഷത്തിൽ വളരെ ചിരിച്ച് പുഞ്ചിരിച്ച് നല്ല അച്ചടി ഭാഷയിൽ സംസാരിച്ച് സമൂഹത്തിന് പ്രശ്നങ്ങളൊന്നുമില്ലാതെ, എന്നാൽ ഉള്ളിലൂടെ ഈ സമൂഹത്തെ കാർന്നു തിന്നുന്ന വെഞ്ചതലുകളായി മാറുക എന്നത്. മീഡിയ 1 കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ഭാഗത്ത് മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വത്തെ പരിഹസിക്കുക, മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയെ ഒരു ഭാഗത്ത് ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ചു. അത് നടക്കാതെ വന്നപ്പോൾ അതിനെ നക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന പദ്ധതികൾ പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമി ആവിഷ്കരിച്ചത് കാണാം. ഇന്നത്തെ കേരളത്തിലെ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘ സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന സമാദരണീയനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച്
ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന മീഡിയ വണ്ണിന്റെ ചാനലിൽ ഇരുന്നിട്ട് ജമാഅത്തിന്റെ ഷൂറ മെമ്പർ പറയുന്നത്, ആരെങ്കിലും പുളിച്ചുമ കയറ്റിയാൽ, അദ്ദേഹത്തിന്റെ വാക്കിങ്ങനെയാണ്, ആരെങ്കിലും മൂച്ചുമ കയറ്റിയാൽ മൂച്ചുമ കയറുന്ന ഒരാൾ, എന്തെങ്കിലും വീക്ക്നെസ്, ഇന്നാലിന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നയാൾ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ മെമ്പറാണ് സി ദാവൂദ് എന്ന് പറയുന്നത്. മീഡിയ വണിലെ പ്രമോദ് രാമനെ പോലെയുള്ള ഏതോ ഒരു പ്രവർത്തകന്റെ പേരല്ല. 2024 സെപ്റ്റംബർ 9 ഔട്ട് ഓഫ് ഫോക്കസിൽ ഇരുന്നിട്ട് ജമാഅത്തിന്റെ ഷൂറ മെമ്പർ പറയാണ്, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ RSSകാർക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുക്കുക എന്നതിനപ്പുറം മറ്റൊരു രാഷ്ട്രീയവും മുസ്ലിം ലീഗിനില്ല. ഏതോ കാലത്തുള്ളല്ല പറഞ്ഞത്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 9 നടന്ന ഔട്ട് ഓഫ് ഫോക്കസിന്റെ 12ാം മിനിറ്റിൽ സി ദാവൂദ് പ്രസംഗിക്കാണ്, സംസാരിക്കാണ്. RSSന് നാരങ്ങ വെള്ളം കലക്കി കൊടുക്കലാണ് മുസ്ലിം ലീഗിന്റെ ഏർപ്പാട് എന്ന്. എന്നിട്ട് വയനാട്ടിൽ ദുരന്തം നടന്നപ്പോ, ചൂരൽമലയിലെ പ്രശ്നങ്ങൾ നടന്നപ്പോ സമാദരണീയനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടെ സന്ദർശിച്ചു. ആ സന്ദർശനത്തെക്കുറിച്ച് സ്വാഭാവികമായും കേരളത്തിലെ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വം എന്ന നിലക്ക് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ചൂരൽമലയിൽ സന്ദർശിച്ചപ്പോ അവിടുത്തെ അന്നത്തെ AGDP ആയിട്ടുള്ള ADGP ആയിട്ടുള്ള അജിത് കുമാർ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ അയാളുടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ കാണിച്ചു കൊടുത്തു. ആ രംഗത്തെ പരിഹസിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പറയുന്ന ഷൂറ മെമ്പർ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇരുന്നിട്ട് പറയാണ്, ആരെങ്കിലും സോപ്പിട്ടാൽ ആ സോപ്പിങ്ങിൽ മയങ്ങിപ്പോകുന്നവരാണ് മുസ്ലിം സാമുദായിക സംവിധാനത്തിന്റെ നേതൃത്വം. ആരെങ്കിലും മൂച്ചിമ കയറ്റിയാൽ മൂച്ചിമ കയറുന്നവരാണ് മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം. മഹാനായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ പേരെടുത്തു പറഞ്ഞിട്ട് പരാമർശിക്കുകയും വിമർശിക്കുകയും പരിഹസിക്കുകയും ട്രോളുകയും ചെയ്യുന്നത് കാണാം. പക്ഷെ വാർത്തകളുടെ ഇടയിൽ ആരും ശ്രദ്ധിക്കൂല. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങള് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് കോട്ടക്കല്ല് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഒരു യോഗം വിളിച്ചു, മുസ്ലിം സംഘടനകളുടെ ഒക്കെ. ആ യോഗത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയെ വിളിച്ചില്ല. ജമാഅത്തെ ഇസ്ലാമി അவ்விധം മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംവിധാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ ആ ഭാഗത്തേക്ക് അടുപ്പിച്ചില്ല. അപ്പോ അന്നത്തെ SIOയുടെ നേതാവ് സി ദാവൂദ് മാധ്യമത്തിൽ ലേഖനം, തീവ്രവാദത്തിനെതിരെ കോട്ടക്കൽ കഷായം. ഈ ലേഖനത്തിൽ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ട് ഇത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സമീപനം അല്ല, ഇത് വേറിട്ട ഒറ്റപ്പെട്ട സമീപനത്തിന്റെ ഉടമയാണ് എന്ന് പറഞ്ഞിട്ട് മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങളെ വിമർശിച്ച ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തെ എവിടെയൊക്കെ വിമർശിക്കാൻ കഴിയോ? ഇത് മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘ സംവിധാനവും ഒരു കാലത്ത് നന്നായി തിരിച്ചറിഞ്ഞു. സമാദരണീയനായ MK മുനീർ സാഹിബിനെ പോലെയുള്ളവർ, KM ഷാജിയെ പോലെയുള്ളവർ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അതിശക്തമായ രീതിയിൽ പ്രസംഗിക്കുകയും അതിശക്തമായ രീതിയിൽ ജമാഅത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തെ തെര്യപ്പെടുത്തുകയും ചെയ്തത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇന്നും അതിൻ്റെ രേഖകളും വീഡിയോകളും ഒക്കെ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. 2016 ഒക്ടോബർ 13 KM ഷാജി സാഹിബ് അദ്ദേഹം മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതി. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞൊരു വസ്തുതയുണ്ട്. ISIS പോലെയുള്ള സംഘടനകൾ മുന്നോട്ട് വെച്ച മതരാഷ്ട്രവാദത്തിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അടിത്തറയിട്ട പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. ISIS പോലെയുള്ള ISIS പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇന്നാണ് വന്നത് എങ്കിൽ ഈ ISIS പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ സൈദ്ധാന്തികമായ തലച്ചോറ്, അതിന്റെ സ്ലീപ്പിംഗ് സെല്ല്, അതിന്റെ മാസ്റ്റർ ബ്രെയിന് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് 2016 ഒക്ടോബർ 13 ഷാജി സാഹിബിന്റെ ലേഖനം വന്നു.
ആ ലേഖനത്തില് ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമല്ല അദ്ദേഹം വിമർശിച്ചത്, ജമാഅത്തിന്റെ വേദിയിൽ വരുന്ന ഇടത് സഹയാത്രികരുണ്ടായിരുന്നു കുറേ, അവരെയും വിമർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ഈ സമുദായത്തെ ഒറ്റുകൊടുക്കാനും മുസ്ലിങ്ങളുടെ വേദിയിൽ വന്ന് RSSനെ കുറ്റം പറയാ, പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ വന്നിട്ട് വിശ്വ ഹിന്ദുവിനെ കുറ്റം പറയാ, ഈ ഒരു ഏർപ്പാട് ഇവരുടെ ഉപജീവനത്തിന്റെ മാർഗമാണ്, ഇത് തിരിച്ചറിയണമെന്ന് ഷാജി സാഹിബിന്റെ ലേഖനം വന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് മാധ്യമത്തിൽ മറുത്തുലേഖനം വരുന്നു. ഓ അബ്ദുറഹ്മാൻ, മാധ്യമത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ്, ഇസ്ലാമിക പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയെ താറടിക്കാൻ സലഫിസത്തെ ഷാജി വെള്ളപൂശുന്നു. ജമാഅത്ത് വേദിയിൽ ഇങ്ങനെ നടന്നിട്ടുള്ള KNM ആ സമയത്ത് തന്നെ മതമൈത്രി സമ്മേളനം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്ടൊരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ ഷാജി സാഹിബ് പ്രസംഗിക്കാൻ വന്നു. ആ സമ്മേളനത്തിന്റെ അരമണിക്കൂർ പ്രസംഗം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മാനവവിരുദ്ധമായ ഒരു പ്രസ്ഥാനമാണ്. നമ്മളിവിടെ സൗഹൃദ സമ്മേളനങ്ങൾ നടത്തുമ്പോ, മാനവിക സന്ദേശ യാത്ര നടത്തുമ്പോ ജമാഅത്തെ ഇസ്ലാമിയെ പറയാതിരിക്കാൻ കഴിയില്ല. മാനവികതയുടെ ശത്രുക്കളാണ് ജമാഅത്തെ ഇസ്ലാമി, അതുകൊണ്ട് തിരിച്ചറിയണമെന്ന് ഷാജി സാഹിബിന്റെ പ്രസംഗം നമുക്ക് കാണാം. ഞാൻ ഇത് പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി സൃഷ്ടിച്ചിട്ടുള്ള ദുരന്തങ്ങൾ അത്ര വലുതായിരുന്നു. നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഇത്തരം ഈ സമുദായത്തിന്റെ ഓരോ പ്രശ്നങ്ങളിലും ഇവർ ഇടപെടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ സമൂഹത്തിന്റെ ഇടയിൽ തീവ്രവാദ ചിന്തകൾ കുത്തിനിറക്കാൻ ഇവർ നിരന്തരം ശ്രമിക്കുകയും ചെയ്തു എന്നതാണ്. നമ്മൾ ഇതിനിടയിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പടിക്ക് പുറത്തു നിർത്തിയിരുന്നത്. അവരുടെ കുതന്ത്രങ്ങളെ നമ്മൾ പല ഘട്ടങ്ങളിലും തിരിച്ചറിഞ്ഞവരാണ്. ഇന്ന് ആർക്കെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആ സ്ലീപ്പിംഗ് സെല്ല് കാണാതെ പോകുന്നുവെങ്കിൽ, പണ്ട് പുപ്പുലികളായി നടന്നവർ ഇന്ന് കടലാസ് പുലികളായി നിശബ്ദത പാലിക്കുന്നുവെങ്കിൽ, അതിൻ്റെ കാരണങ്ങൾ ഓരോരുത്തരും സ്വയം തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം സാമുദായിക സംവിധാനം എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മൾ വിശ്വസിക്കുന്നത് ഇതൊരു ആത്മീയ പ്രസ്ഥാനമാണ്. അള്ളാഹുവിന്റെ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളാലും മരിച്ചുപോയ മഹാത്മാക്കളാലും നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കകത്ത് ഏതെങ്കിലും ഭൗതികവാദ ചിന്താഗതിക്കാരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ടെങ്കിൽ അത്തരം സ്ലീപ്പിംഗ് സെല്ലുകളെ കുന്നിക്ക് പിടിച്ച് പുറത്തിടാൻ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കള്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ആളുകൾക്ക് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതേ സമയത്ത് ആരാന്റെ തൊടുവിലെ സ്ലീപ്പിംഗ് സെല്ലുകളെ അന്വേഷിച്ച് ഇറങ്ങുന്നതിനിടയിൽ സ്വന്തം വീടിന്റെ അടുക്കളയിൽ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സ്ലീപ്പിംഗ് സെല്ലുകൾ കൂടുകൂട്ടുന്നതിന്റെ അപകടങ്ങളെ കുറിച്ച് വല്ലപ്പോഴും അവർ ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം ആ വിഷയത്തെ സംബന്ധമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിത് പറയുമ്പോൾ നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മുസ്ലിം സാമുദായിക സംഘ സംവിധാനത്തിന്റെ ഇടയിലും രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഇടയിലും ഉലമാന്റെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളെ കളിയാക്കും. എല്ലാറ്റിൻ്റെയും പിന്നിൽ ജൂതന്മാരെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, ഇതൊരു തരം എന്താണ് കോൺസ്പിറസി തിയറിയാണ്, ഇതൊരു തരം എന്താണ് ഒഴിഞ്ഞുമാറൽ പരിപാടിയാണ്. 990-കളിൽ ഇത് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. 990-കളിൽ ജനാബ് അബ്ദുൽ നാസർ മഅ്ദനി സാഹിബ് ISSുമായി വന്ന കാലഘട്ടത്തിൽ ആരെങ്കിലും എഴുന്നേറ്റ് നിന്നുകൊണ്ടിട്ട് ഇതാ ISSന്റെ പിന്നിൽ, മഅ്ദനിയുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ അന്ന് കളിയാക്കുമായിരുന്നു. കാരണം മഅ്ദനി വളരെ ശക്തമായി വന്നു 10,000-കണക്കിന് മനുഷ്യരെ അഭിമുഖീകരിക്കുന്ന ഒരു സുന്നിയായ മനുഷ്യൻ, അയാളുടെ പിന്നിൽ ജമാഅത്താരാണെന്നോ, എന്ത് ബോഷ്കാണ് പറയുന്നത് എന്ന് നമ്മളെ കളിയാക്കുമായിരുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി കുറെ കാലം കഴിഞ്ഞു മഅ്ദനി ജയിലിലൊക്കെ ആയി. അദ്ദേഹം തിരിച്ചു വന്ന സന്ദർഭത്തിൽ ജമാഅത്ത് വിട്ട O അബ്ദുള്ളയുടെ ഒരു പുസ്തകം എഴുതിയയാള് ഇമ്രാന എന്ന വമ്പത്തി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ പുസ്തകത്തില് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് O അബ്ദുള്ള സാഹിബ് പറയുന്നുണ്ട്, മഅ്ദനിയെ വിടാതെ പിന്തുടർന്ന്
അദ്ദേഹം ISSമായി വന്നപ്പോ അദ്ദേഹം ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് തോന്നി ഇതൊരു വയ്യാവേലിയാണ്, ഞാൻ നിർത്തി ഗൾഫിലേക്ക് പോകുകയാണ് എന്ന്. ജമാഅത്തെ ഇസ്ലാമിയുടെ 2 അമീറന്മാർ KC അബ്ദുള്ള മൗലവിയും പ്രൊഫസർ സിദ്ദീഖ് ഹസൻ സാഹിബും. ഇന്ന് സിദ്ദീഖ് ഹസൻ സാഹിബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പലർക്കും വളരെ സ്വത്തികനായ, നിഷ്കളങ്കനായ, സൂഫിവര്യനായ മനുഷ്യനായിട്ടാണ് സിദ്ദീഖ് ഹസനെയൊക്കെ ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നത്. മഅ്ദനിയെ എന്താ പറയാ, അദ്ദേഹത്തെ പിടികൂടിയിട്ട് കൊണ്ടുവന്നിട്ട് കോഴിക്കോട്ട് മാധ്യമത്തിന്റെ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് അബ്ദുൽ നാസർ മഅ്ദനി, നിങ്ങളുടെ കൂടെ 10,000 മനുഷ്യരുണ്ട്, നിങ്ങൾ നിൽക്കണം, എന്ത് വേണമെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ചെയ്തു തരാമെന്ന് ജമാഅത്തിന്റെ നേതാക്കൾ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം കുറെ മുന്നോട്ട് പോയി. പിന്നെ അദ്ദേഹത്തിന് മടുത്തത്, അദ്ദേഹം ജമാഅത്തിന്റെ ഓഫീസിൽ പിന്നെയും വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ പരിപാടി നിർത്താണ്, ഞാൻ ISS നിർത്താണ്, ഞാൻ ഗൾഫിൽ പോയിട്ട് അവിടെ വിശ്രമിച്ചിട്ട് എന്തെങ്കിലും തൊഴിലെടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ജമാഅത്തിന്റെ നേതാക്കളെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ ഈ ജമാഅത്തിന്റെ അമീറന്മാരെ മാധ്യമത്തിന്റെ ഓഫീസിൽ പാവം അബ്ദുൽ നാസർ മഅ്ദനിയെ പിടിച്ചെടുത്തിട്ട് പറഞ്ഞു, നാസർ മഅ്ദനി നിങ്ങൾ പോകരുത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം, നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ തരാം, നിങ്ങൾ പോകരുത്, നിങ്ങളുടെ പിന്നിൽ 10,000 മനുഷ്യരുണ്ട്, ആ 10,000 മനുഷ്യരെ സമൂഹത്തിന് ഉപകാരപ്പെടുത്തണം, ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുടെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സാധുവിനെ പിന്നെയും കൊണ്ടുപോയി. ഇന്ന് ആ പാവപ്പെട്ട മനുഷ്യനെ തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത വിധത്തിൽ മഅ്ദനിയെ ഇவ்விதം എത്തിച്ചത് ജമാഅത്തെ ഇസ്ലാമി. സേഠ് സാഹിബ് നിസ്കാരത്തിന് പിരിയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയത്തെ പൂർത്തീകരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 10-40 വർഷത്തിനിടയിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾക്കിടയിലും വളരെ കൗശലപൂർവ്വം, തന്ത്രപൂർവ്വം ഇടപെടുകയും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് മുസ്ലിം സമുദായത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതിൻ്റെ രക്തസാക്ഷിയായിരുന്നു ജനാബ് അബ്ദുൽ നാസർ മഅ്ദനി. ജമാഅത്തെ ഇസ്ലാമി അന്ന് 992 ഇതാ മഅ്ദനിയുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ ജമാഅത്തിൽ നിന്ന് ഒരാൾ തെറ്റിപ്പോന്നപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ അറിയുന്നത് മഅ്ദനിയുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. 4-5 പതിറ്റാണ്ട് കാലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മുന്നോട്ട് നയിച്ച സ്വാത്വികനായ ഒരു മനുഷ്യനായിരുന്നു ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ സേഠ് സാഹിബിനെ വശംവദരാക്കിക്കൊണ്ട് സേഠ് സാഹിബിനെ മുസ്ലിം ലീഗിൽ നിന്ന് അടർത്തിയിട്ട് മുസ്ലിം ലീഗിന്റെ 1948 മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്ന ആ കാലഘട്ടം മുതൽ 1990 വരെ മുസ്ലിം ലീഗിന് സജീവമായി നേതൃത്വം നൽകിയ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പാർലമെന്റേറിയനും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ മനുഷ്യനുമായിരുന്നു സുലൈമാൻ സേഠ് സാഹിബ്. സേഠ് സാഹിബിനെ ജമാഅത്തെ ഇസ്ലാമി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടം 1990 നടക്കുന്നുണ്ട്. അങ്ങനെ സേഠ് സാഹിബിനെ കൊണ്ട് ശിഹാബ് തങ്ങൾക്കെതിരെ പ്രസ്താവനകൾ നിരന്തരം മാധ്യമ ദിനപത്രത്തിൽ ശിഹാബ് തങ്ങൾക്കെതിരെ, മുസ്ലിം ലീഗിനെതിരെ, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനെതിരെ സേഠ് സാഹിബിനെ കൊണ്ട് പ്രസ്താവനകൾ ഇറപ്പിക്കുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമിയെ നമുക്ക് കാണാം. സിമി രൂപീകരിച്ച ആ സിമിയുടെ രൂപീകരണത്തിന്റെ പിന്നിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ CP സൈദലവി
ജമാഅത്തെ ഇസ്ലാമിയുടെ ക്രൂരതകളും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ചന്ദ്രികാ ദിനപത്രത്തില് 31 ദിനങ്ങളിൽ തുടർച്ചയായി അവസാനിക്കുന്നില്ല എന്ന പേര് വെച്ചിട്ട് മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ CP സൈദലവി സാഹിബ് എഴുതുന്നുണ്ട്, ചന്ദ്രികയിൽ 1 മാസം 31 ദിവസം തുടർച്ചയായി ജമാഅത്തെ ഇസ്ലാമി ഒരു ചളിയും കലരാത്ത പരിശുദ്ധ നെയ്യ്. അത് പിന്നീട് പുസ്തകമായി ഇറങ്ങിയതാണിത്. ഇതിൽ ഓരോന്നും പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി സേട്ട് സാഹിബിനെ കൈകാര്യം ചെയ്ത വിധം, ജമാഅത്തെ ഇസ്ലാമി സിബിയുടെ പിന്നിൽ പ്രവർത്തിച്ച വിധം, ജമാഅത്തെ ഇസ്ലാമി ഈ സമുദായത്തിലെ ഓരോ അംഗങ്ങൾക്കിടയിലും ഓരോ സംഘ സംവിധാനങ്ങൾക്കിടയിലും കയറി ഇറങ്ങിയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ തുടർച്ച. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നുവെങ്കിൽ ആരും വിശ്വസിക്കൂല. കാലങ്ങൾ കുറെ കഴിയുമ്പോഴാണ് ഇതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് മനസ്സിലാകുക. ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ, സുന്നി സമൂഹം എന്തെങ്കിലും ഒരു പ്രതിസന്ധി നേരിടുന്നുവെങ്കിൽ അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ലീപ്പിംഗ് സെല്ല് പ്രവർത്തിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം. അതുപോലെയുള്ള തന്നെ അതിനെക്കുറിച്ച് മൗനികളായി ഇരിക്കുന്നതിനെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാനൊരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുയായികൾ, നമ്മൾ ഇക്കണ്ട കാലം സഞ്ചരിച്ചിട്ടുള്ള ഒരു വഴിയുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സാമുദായിക മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘ സംവിധാനവും ഒത്തൊരുമിച്ച് പോയിട്ടുള്ള ഒരു വഴി. ഈ വഴിയിൽ ഭിന്നതകൾ സൃഷ്ടിക്കാൻ, ഈ വഴിയിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാൻ, ഈ പാരസ്പര്യത്തിൽ, ഈ ഒത്തൊരുമയിൽ വിള്ളൽ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും ആ ശ്രമത്തെ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മക്കള് തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് നമ്മളിവിടെ അവരെ ഉണർത്തുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയങ്ങൾക്കെതിരെ, ആദർശങ്ങൾക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ച കാലഘട്ടങ്ങളിലൊക്കെ സമസ്ത അതിനെ പ്രതിരോധിക്കാൻ നിന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും രാഷ്ട്രീയ സംവിധാനങ്ങളോടുള്ള വിരോധമല്ല. അങ്ങനെ ചിത്രീകരിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ചിത്രീകരിക്കുന്നുവെങ്കിൽ അവർ ചരിത്രമറിയാത്തവരാണ്. കുറ്റിപ്പുറത്ത് മുജാഹിദ്, കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ സമ്മേളനം നടന്നപ്പോ ഔക്കാദർ കുട്ടി നഹാ സാഹിബ് അവിടെ പോയിട്ട് പ്രസംഗിച്ചു, സുന്നികൾ തൗഹീദിലേക്ക് മടങ്ങി വരിക. ആ സമയത്ത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയും നമ്മുടെയൊക്കെ ആവേശവുമായിരുന്ന മൗലാന KT മാനു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ആ സമയത്ത് അദ്ദേഹം മഹാനായ മാനു മുസ്ലിയാര് നഹാ സാഹിബിന് മറുപടി പറഞ്ഞിട്ട് പറയുന്നുണ്ട്, സുന്നികളെ തൗഹീദ് പഠിപ്പിക്കാൻ ഒരു നഹയും ഇവിടെ വരേണ്ടതില്ല എന്ന് പറഞ്ഞ KT മാനു മുസ്ലിയാരുടെ അനുയായികളാണ് നമ്മൾ. ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിന്റെ പതാക കയ്യിൽ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഇത്തരം വഹാബി ആശയങ്ങളെ തുറന്നു നിർത്ത പുളിക്കല് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനം നടന്നു. സീതി ഹാജി പോയിട്ട് പ്രസംഗിച്ചു, എന്റെ അവസാനത്തെ തുള്ളി രക്തവും ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുമെന്ന് പ്രസംഗിച്ച ആ പ്രസിദ്ധമായ സമ്മേളനം നടന്ന, ആ വിവാദപരമായ പ്രസംഗം നടന്ന സമ്മേളനം. അത് കഴിഞ്ഞിട്ട് സുന്നികൾ അവിടെ സമ്മേളനം നടത്തി. മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ ശംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ ആ സുന്നി സമ്മേളനം, സീതി ഹാജിയുടെ പ്രസ്താവനക്കെതിരെ സുന്നികൾ നടത്തിയ സുന്നി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അന്നത്തെ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. ഈ അഹ്ലുസുന്നയുടെ പാരമ്പര്യമാണ്, ഈ സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യമാണ്, ഈ പാരസ്പര്യത്തിന്റെ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം. ഇത് അണമുറയാതെ, ഇത് കെട്ടുപോകാതെ, ഇത് അറ്റുപോകാതെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഇമാമിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന ഒരു ദുആ നിരന്തരം ആവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. വെള്ളിയാഴ്ച കേൾക്കുന്ന ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ അസ്ലി അഇമ്മതനാ വ ഉമ്മതനാ വ ഖുലാതനാ വ ഉലാത ഉമൂരിനാ വ ഉലമാഅനാ വ ഫുഖഹാഅനാ. അല്ലാഹുവേ, ഞങ്ങളെ പണ്ഡിതന്മാരെ, ഞങ്ങളെ ഖാലിമാരെ, ഞങ്ങളുടെ നേതൃത്വത്തെ നീ സ്വലാഹിയത്തിന്റെ സുൽഹിന്റെ വഴിയിൽ നീ ചേർക്കണമേ എന്ന നമ്മുടെ ദുആ നിരന്തരം ആവർത്തിക്കേണ്ട ഒരു സന്ദർഭമാണ്. പടച്ചവനെ, ഞങ്ങളെ കൂട്ടത്തിലെ
ഏറ്റവും നല്ലവരുടെ കൈകളിൽ ഞങ്ങളുടെ നേതൃത്വത്തെ ഏൽപ്പിക്കണമേ. ഏറ്റവും നല്ല ദിശയിലേക്ക് ഞങ്ങളെ നയിക്കാൻ ഞങ്ങളുടെ നേതൃത്വത്തിന് നീ ശക്തി നൽകണമേ എന്ന ദുആ നിരന്തരം പ്രാർത്ഥിക്കുകയും ഈ ഉമ്മത്തിന്റെ സുൽഹിൽ നമ്മുടെ ഉളവണ്ണ ഉസ്താദ് ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അതിന്റെ ദുആക്ക് തുടക്കം കുറിച്ചത് തന്നെ അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഉലമാഇനാ വസാദാതിന എന്നതാണ്. നമ്മുടെ ഉലമാഇനിടയിൽ, നമ്മുടെ സാദാത്തിനിടയിൽ, നമ്മുടെ നേതൃത്വങ്ങൾക്കിടയിൽ, നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ നീ എപ്പോഴും ഇണക്കം നൽകണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ആ പ്രാർത്ഥന കർമ്മഫലത്തിൽ തുടർത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.